ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് 21. ഒരു ജീവിതം 4 വാക്കുകളിൽ. സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് യേശുക്രിസ്തുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 6-ാം വാക്യം. ജെ.ഐ. പാർക്കർ എന്നറിയപ്പെടുന്ന ജെയിംസ് ഇന്നൽ പാർക്കർ 2020 തന്റെ 94-ാമത്തെ ജന്മദിനത്തിന് വെറും 5 ദിവസം ബാക്കി നിൽക്കെ മരണപ്പെട്ടു. പണ്ഡിതനും എഴുത്തുകാരനുമായ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പുസ്തകം നോയിങ് ഗോഡ് 1.5 ദശലക്ഷത്തിലധികം കോപ്പികൾ വിറ്റഴിക്കപ്പെട്ടു. വേദപുസ്തക ആധികാരികത, ശിഷ്യത്വ രൂപീകരണം എന്നീ വിഷയങ്ങളിൽ അഗാധ പണ്ഡിതനായിരുന്ന പാർക്കർ യേശുവിനു വേണ്ടി ജീവിക്കുന്നത് ഗൗരവമായി എടുക്കാൻ ലോകത്തെമ്പാടുമുള്ള ക്രിസ്തു വിശ്വാസികളെ പ്രേരിപ്പിച്ചിരുന്നു. സഭയോടുള്ള തന്റെ അവസാന വാക്കുകൾക്കായി ജീവിതത്തിന്റെ വൈകിക വേളയിൽ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. പാർക്കറിന് ഒരു വരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയാൻ. വെറും 4 വാക്കുകൾ. എല്ലാ വിധത്തിലും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുക. നാടകീയമായ തന്റെ മാനസാന്തരത്തിനു ശേഷം തന്റെ മുൻപിലുള്ള വേല വിശ്വസ്തയോടെ ചെയ്യാൻ ഒരുങ്ങുകയും ഫലങ്ങൾക്കായി ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്ത അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെയാണ് ആ വാക്കുകൾ പ്രതിഫലിപ്പിക്കുന്നത്. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ കാണപ്പെടുന്ന പൗലോസിന്റെ വാക്കുകൾ പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ ദൈവശാസ്ത്രം നിറഞ്ഞിരിക്കുന്നവയാണത്. അപ്പോസ്തലൻ എഴുതിയതുമായി ചേർന്ന് നിന്നുകൊണ്ട് പാർക്കർ സംഗ്രഹിക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് കൃപ നൽകുമാറാകട്ടെ. പൗലോസിന്റെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. നമുക്ക് പലതരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ, അതായത് ആദരിക്കാൻ കഴിയുമെങ്കിലും നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ജീവിതം നയിക്കുകയും അതിൻ്റെ ഫലങ്ങൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ് അതിൽ ഏറ്റവും മികച്ച ഒന്ന്. പുസ്തകങ്ങൾ എഴുതുകയോ മിഷണറി യാത്രകൾ നടത്തുകയോ പ്രാഥമിക വിദ്യാഭ്യാസം നൽകുകയോ പ്രായമായ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയോ ചെയ്താലും അതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്നാണ്: ക്രിസ്തുവിനെ എല്ലാ വിധത്തിലും മഹത്വപ്പെടുത്തുക. നാം പ്രാർത്ഥിക്കുകയും തിരുവെഴുത്ത് വായിക്കുകയും ചെയ്യുമ്പോൾ അർപ്പണബോധത്തോടെയുള്ള അനുസരണയിൽ ജീവിക്കാനും നാം പറയുന്നതും ചെയ്യുന്നതുമായ എല്ലാറ്റിലും യേശുവിനെ മഹത്വപ്പെടുത്തുവാനുമായി നമ്മുടെ ദൈനംദിന ജീവിതം ഉപയോഗപ്പെടുത്തുവാനും ദൈവം നമ്മെ സഹായിക്കുന്നു. ചിന്തിക്കുക, ദൈവത്തിൽ ഭരമേൽപ്പിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് നിങ്ങൾക്ക് അവൻ്റെ പദ്ധതികളിൽ ആശ്രയിക്കാനും അപ്രകാരം ചെയ്യുന്നതിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും കഴിയുന്ന ഒരു മാർഗം എന്താണ്? ദൈവത്തിന് മഹത്വം.